സഹോദരേ നമസ്കാരം. മാച്ച് 74 RCB vs GT ഫസ്റ്റ് ഇന്നിങ്സ് 155-8 20 ഓവറിൽ ഫിനിഷ് ആയിരിക്കുകയാണ്. പവർ പ്ലേയിൽ 6 ഓവർ 45 റൺ എന്ന നിലയിലായിരുന്നു. ഗില്ലും സായുഷനും ആദ്യമേ ഔട്ടായിരുന്നു. ഗില്ല് 8 ബോൾ 10 റൺസ് 2 ഫോറും ഐസിലൂടെ വിക്കറ്റ് എടുത്തായിരുന്നു. സായുഷൻ 12 ബോൾ 12 റൺസ് 2 ഫോർ ഭുവനേശ്വർ വിക്കറ്റ് എടുത്തായിരുന്നു. ബട്ട്ലർ 23 ബോൾ 19 റൺസ് 1 ഫോർ പാണ്ഡ്യ വിക്കറ്റ് എടുത്തായിരുന്നു. ഇഷാ സിന്ധു 18 ബോൾ 20 റൺസ് 3 ഫോർ റാഷിദ് ഖാൻ വിക്കറ്റ് എടുത്തായിരുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ ടീമിന് വേണ്ടി കളിച്ചത് സുന്ദറാണ്. വാഷിംഗ്ടൺ 37 ബോൾ 50 നോട്ട് 5 ഫോറുമായിട്ട് നോട്ടൗട്ടായിട്ട് നിന്നായിരുന്നു. തിവാട്ടി 5 ബോൾ 7, അതുപോലെ ഹോൾഡർ 5 ബോൾ 7, റാഷിദ് 3 ബോൾ 7 എന്നിവരാണ്. എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഓരോ ഫോർ വെച്ച് അടിച്ചപ്പോൾ റാഷിദ് മാത്രം ഒരു 6 അടിച്ചായിരുന്നു. അർഷദ് ഖാൻ 6 ബോൾ 15 റൺസ് 2 6 അടിച്ചായിരുന്നു. ടോട്ടലി മൊത്തം ഇന്ന് GT 3 6 അടിച്ചോളൂ. 2 6 അർഷദും 1 6 റാഷിദുമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, ബോളിങ്ങിൽ പറയത്തേക്കെന്ന് പറഞ്ഞാൽ റാഷിദ് ഖാൻ 27-3 4 ഓവറിൽ, ഭുവി 29-2 4 ഓവറിലും, എയ്സിലോട്ട് 37-2 4 ഓവറിലും, അതുപോലെ കുനാൽ പാണ്ഡ്യ 23-4 ഓവറിലും, ഡഫി 31-0. ഇനി അടുത്ത സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കടേഷ് അയ്യർ ആയിരിക്കും ഇമ്പാക്ട് പ്ലെയർ വരിക. കോഹ്ലിയോടെ നിന്നിട്ട്, കോഹ്ലി ചേസ് മാസ്റ്റർ ആണല്ലോ, ഒരു സൈഡ് നിർത്തി വെങ്കടേഷ് അയ്യർ അടിച്ചുകൊണ്ടേ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ വേറെ RCBക്ക് പേടിക്കാവുന്നില്ല. ഡിഫൈനിങ് ചാമ്പ്യൻസ് വീണ്ടും കപ്പ് അടിക്കും. ഇതിനു മുമ്പ് 2 പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോൾ 3 പ്രാവശ്യം സംഭവിക്കാം ഇല്ലയോ എന്ന് കണ്ടറിയാം. ഇനി ബോളിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് റബാഡ, ഹോൾഡർ, സിറാജ്, അർഷദ്, കൂടെ പ്രസീദ് കൃഷ്ണയാണോ സായി കിഷോറാണോ ഉറപ്പില്ലെങ്കിൽ പ്രസീദ് കൃഷ്ണയാണോ സായിദാണോ കൂടുതൽ. അപ്പം എന്തായാലും അവർക്ക് എറിഞ്ഞിടാൻ പറ്റും. എന്തായാലും കണ്ടറിയാം. സെക്കൻഡ് ചെയ്യുകയാണ്. ബൈ.